ഇന്നത്തെ വീഡിയോ ചെടികളെക്കുറിച്ചും അതിൻ്റെ വളത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ചെടികൾ വാങ്ങുന്ന ഓരോരുത്തരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചെടികൾ ഇത്ര ഹെൽത്തി ആയി വളരാൻ ഏത് വളമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതാ ഈ ഒരു വളം DAP ഫെർട്ടിലൈസറാണ് നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ചെടി നട്ട ചട്ടിയുടെ ഒരു സൈഡിലായിട്ട് ഒരു വലിയ പോട്ടിലാണെങ്കിൽ ഒരു 5-6 മണി ഇട്ട് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ 1 ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഈ ഫെർട്ടിലൈസർ കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മളെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കയ്യിലുള്ള പ്ലാന്റുകളാണ്. ബ്ലാക്ക് എമറാൾഡ് നല്ല പ്ലാന്റുകൾ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ സുക്സം റെഡ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സുക്സം റെഡ് നമ്മുടെ കയ്യിൽ ഇനിയും കുറച്ചും കൂടെ പ്ലാന്റുകൾ ബാക്കിയുണ്ട്. അടുത്തത് ഇനി ബാക്കിയുള്ളത് ഗ്രീൻ ഫ്രോസൻ്റെ കുറച്ച് പ്ലാന്റുകളും കൂടെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റാണ്. പിന്നെയുള്ളത് നാരോ ലീഫുള്ള യെല്ലോ ഡോട്ടുകൾ വരുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ റിഫ്ലക്ടർ പ്ലാന്റിൻ്റെ വലിയ ബുഷിയായ ഒരു ചട്ടി നിറയെയുള്ള ഒരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് വൈറ്റ് ക്യാൻഡിയാണ്. വൈറ്റ് ക്യാൻഡിയുടെ നല്ല പ്ലാന്റാണിത്. അതുപോലെ 10 ക്യാരറ്റ് പ്ലാന്റും ഇനി സെയിലിനുണ്ട്. 10 ക്യാരറ്റ് ഇന്നലെയും ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റാണ്, ബിഗ്രോയുടെ പ്ലാന്റാണ്. അടുത്തതായിട്ട് ഈ ഒരു കലാത്തിയാണ്. ഈ ഒരു കലാത്തിയ നല്ല ഭംഗിയുള്ള കലാത്തിയ ബുഷിയായ പോട്ടാണ്. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ്. ഇത് വലിയ പ്ലാന്റാണ് കേട്ടോ. അടുത്തതായിട്ട് 3 കളറുകൾ വരുന്ന യെല്ലോയും ഗ്രീനും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. പിന്നെയുള്ളത് സൂപ്പറായിട്ട് ബുഷിയായ പിങ്ക് ലെഗസിയാണ്. അടുത്തത് ഐസ്ബർഗാണ്. ഐസ്ബർഗിൻ്റെ ബുഷിയായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ്. അടുത്തത് ഇത്രയും ബുഷിയായി ഇത്രയും ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു പ്ലാന്റ്. ഇത് നല്ലപോലെ ചുവന്ന് തുടുത്ത സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഈത്രമാരയുടെ ബ്ലാക്ക് ഈത്രമാര പ്ലാന്റ് ആണ്. പിന്നെയുള്ളത് യെല്ലോ ഫ്രോസൺ ആണ്. ഫ്രോസണിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് സ്റ്റാർ ഡസ്റ്റിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് അഗ്ലോണിമ പപ്പായയാണ്. ഗോൾഡൻ പപ്പായ പ്ലാന്റ് ആണ്. പപ്പായ പ്ലാന്റിന് നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട്. ഇതും നല്ല ബുഷിയായിട്ടുള്ള യെല്ലോയും ഗ്രീനും പിങ്കും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇനിയുള്ളത് ബ്ലാക്ക് പാന്തറാണ്. ബ്ലാക്ക് പാന്തർ നമ്മളെ കയ്യിൽ പ്ലാന്റുകൾ കൂടുതലില്ല. നെക്സ്റ്റ് ഭംഗി കൂടിയ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൽ 2 പ്ലാന്റുകളുണ്ട്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല വ്യത്യാസമുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിന് കുറച്ച് റേറ്റും കൂടുതലുണ്ട്. അടുത്ത പ്ലാന്റ് ഇതാണ്. പീച്ച് കളറും പിങ്കും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്. ഇനിയുള്ളത് ഗ്രീൻ പീക്കോക്ക്, ഗ്രീൻ ടൈഗർ എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതും ഭംഗിയുള്ള പ്ലാന്റാണ് ഗാർഡനിലേക്ക്. ഇനി സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ. സൂപ്പർ വൈറ്റ് സൂപ്പറായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് പിങ്ക് അറോറ പ്ലാന്റ് ആണ്. അതും ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റുകളാണ്. അഗ്ലോണിമ ബട്ടർഫ്ലൈ വൈറ്റും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ സ്പ്രെഡായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ബുഷിയായി വളർന്ന പ്ലാന്റ്. ഒരു സമയത്ത് അഗ്ലോണിമ വെറൈറ്റീസിൽ മികച്ചു നിന്നിരുന്ന പ്ലാന്റാണ് പനാമ പ്ലാന്റുകൾ. അതിലെ പീച്ച് കളറാണ് ഇത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ എമറാൾഡിൻ്റെ ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്തത് ഹെങ് ആണ് കേട്ടോ. പിന്നെയുള്ളത് മിൽക്കി വേയുടെ വലുതും ചെറുതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കലാത്തിയാണ് കേട്ടോ. ഇതും ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഈ ഒരു സിൽവർ കളറ് ബുഷിയായിട്ടുള്ള വലിയ ലീഫുകളൊക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. ഇനിയുള്ളത് അഗ്ലോണിമ ഗോസ്റ്റ് സിൽവർ എന്നൊക്കെ പറയുന്ന ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ ലീഫുകൾക്കൊരു പ്രത്യേകതയാണ്, കട്ടിയുള്ള ലീഫാണ്. അതുപോലെ തന്നെ ഈ ഒരു നല്ല ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഗ്രീനും കൂടെ മിക്സായി തിക്കായി വളർന്ന ഈ ഒരു പ്ലാന്റ്. ഇനി അതിനേക്കാളൊക്കെ ഭംഗിയുള്ള പിങ്ക് വാലന്റൈൻ.
അതിൽ കൂടുതൽ ഭംഗിയും റേറ്റും ഒക്കെ കൂടുതലുള്ള വൈറ്റ് ലെഗസിയാണിത്. അടുത്ത പ്ലാന്റും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താട്ടോ. വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാന്റ് തന്നെ വേണം എന്ന് പറയുന്നവർ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക. DTDC കൊറിയർ സർവീസ് വഴി നമ്മൾ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.